ആ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കാതെ എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഡ്രഗ്സിനെതിരെയും ഈ പറയുന്ന ഡ്രഗ് മാഫിയക്കെതിരെയും വലിയ രീതിയിലുള്ള ഡ്രഗ് യൂസിന് വേണ്ടിയിട്ടും തൂഫാന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കാസറ്റ്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഓൺലൈൻ കോടതി, അതായത് ഹക്കീമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലൈഫ് ഓഫ് ഹക്കീം എൻ്റെ കാസറ്റ് എന്നാണ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ നെയിം. പുള്ളിക്കാരൻ്റെ ചാനൽ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യുന്ന പോലെ ഇതേപോലെ വീഡിയോസ് ഉണ്ട്. ഇഷ്ടംപോലെ പേര് എക്സ്പോസ് ചെയ്ത വീഡിയോസ് ഉണ്ട്. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, കാലം പിടിച്ച് പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത്. റീസെൻ്റ്ലി മരഡനീഷിൻ്റെ ഒരു കാര്യം വരെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ എന്താ ഈ പേഴ്സണൽ ബെനിഫിറ്റ് വരുന്നത്? ഇത്രയും റിസ്ക്. മരഡനീഷ് എന്ന് വെച്ചൊരു ഗുണ്ട സെറ്റപ്പാണ്. പുള്ളിക്കാരനെ പോലെയുള്ള ആളുടെ എഗെയിൻസ്റ്റ് ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് കാരണം നമ്മൾ ആലോചിച്ചു പോകും. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് പുള്ളിക്കാൻ ഇതേപോലെ പണ്ടത്തെ സ്റ്റൈൽ, അതായത് നമ്മുടെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ മൂവിയിൽ അതിനകത്ത് മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് 5 ലക്ഷം രൂപ ചോദിക്കത്തില്ലേ, അതിൻ്റെ ഒരു മോഡേൺ സെറ്റപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതായത് എക്സ്പോസിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യും, ആ വീഡിയോസ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കും. ഇതും മറ്റേ ഈ റാംജി റാവു സ്പീക്കിംഗ് തമ്മിൽ എന്താ വ്യത്യാസം? സെയിം തന്നെ വേറെ ജനറേഷൻ ഇതിലാന്നേ ഉള്ളൂ. എന്തായാലും പെട്ടിരിക്കുകയാണ് പുള്ളിക്കാൻ. അതായത് ഗാന്ധിജി കളിച്ച് അവസാനം ഇപ്പോൾ പെട്ടു. എന്തായാലും ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അബ്ദുൽ ഹക്കീം എന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ എന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ട് ഹക്കീം എടുക്കുന്ന മാർഗങ്ങൾ ഇതാണ്. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ കോൾ ഔട്ട് ചെയ്ത വീഡിയോ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പണ്ട് പരിചയം ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചു. എന്റെ കൂട്ടുകാരന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കാണ്, ഓക്കെ അനന്തസുജിത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഞാനുമായിട്ട് ഇപ്പോൾ വളരെ അടുപ്പം പോലും ഇല്ലാത്ത കൂട്ടുകാരൻ അയാളോട് പറഞ്ഞത്, അത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ തീർത്തോളം, നീ ഏതാ, എന്തിനെങ്കിലും നാണം കിടുന്നത്? പിന്നെ ഒന്നും ഇല്ലാത്തിട്ട് എന്റെ കൂട്ടുകാരന്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ, അവളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ അവളെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നു, ഇതാക്കുന്നു. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് BPD എന്ന് പറയുന്ന ഒരു മാനസിക അസുഖമുണ്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഹക്കീം പറയാം, ഓക്കെ ആണോ, എന്നിട്ട് അത് കാരണം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അത്ര പോലും ബുദ്ധിയില്ല ഹക്കീമിനെ, എഡ്യൂക്കേഷൻ ഇല്ല, അതാണ് പ്രശ്നം. ആന്റണി വർഗീസ് പെപ്പയുടെ 25 ലക്ഷം രൂപ കള്ള കേസിന് എക്സ്റ്റോർട്ട് ചെയ്തതിന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്കും അതിന് മുമ്പത്തുള്ള വീഡിയോയ്ക്കും ഒരു കൺക്ലൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കൺക്ലൂഷൻ എനിക്ക് മൊത്തം സംസാരിക്കണം. ഇതിന്റെ തെളിവുകളും ഇതിന്റെ തുടക്കങ്ങളും അനാൻഷയും ഹക്കീമും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ സമയങ്ങൾ മുതലും എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാനത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്റെ വീഡിയോ റിപ്പോർട്ട് ചെയ്ത് കളയും. ഓൾറെഡി അവര് എന്റെ യൂട്യൂബിൽ നിന്ന് ഓൾറെഡി വീഡിയോസ് റിമൂവ് ചെയ്തതാ. ഇവർക്ക് തെറ്റുകൾ പൊളിക്കാനൊന്നുമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക്. സോ അത് മിക്കവാറും കിക്കിൽ തന്നെ ആയിരിക്കും. ഇന്നത്തെ ലൈവിനകത്ത് കൂടെ ഞാനത് പറഞ്ഞത് തീർക്കും. ബിക്കോസ് എനിക്ക് ഇതിനെക്കുറിച്ചോ ഇവരെക്കുറിച്ചോ ഇവരുടെ കാര്യങ്ങളിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല. സോ സ്നേഹം പറക്കട്ടെ എല്ലാവരും രാത്രി ഞാൻ കാണാം. ഇത് ശരിക്കും സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കാസറ്റ് കുറച്ച് നാൾക്ക് മുന്നേ ആന്റണി പെപ്പെ, അത് നമ്മുടെ സിനിമ നടന്ന ആന്റണി പെപ്പയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പെൺകൊച്ചിന് ഇതേപോലെ വിവാഹ വാഗ്ദാനം കൊടുത്തു, ആ രീതിയിൽ പുള്ളിക്കാരി പറ്റിച്ചു എന്ന രീതിയിൽ ഒരു വീഡിയോ പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പെൺകൊച്ചിൻ്റെ ഈ കാര്യം കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്യാനായിട്ട് ഹക്കീം ഇതിനകത്തൊരു മീഡിയേറ്ററിനെ സെറ്റ് ചെയ്തു. ആ മീഡിയേറ്ററാണ് ഹനാൻ ഷാ. ഈ ഹനാൻ ഷായും പെപ്പയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ കാട്ടാലൻ എന്ന് പറഞ്ഞ മൂവിയിലാണെന്ന് തോന്നുന്നു ഈ നമ്മുടെ ആന്റണി പെപ്പയും ഇവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ വെച്ചിട്ട് ഹനാൻ ഷാ എൻ്റെ മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്തു. 25 ലക്ഷം രൂപ ഹക്കീമിന് കൊടുത്തു. ആ രീതിയിലുള്ള ഇതാണ് വന്നത്. അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹനാൻ ഷായുടെ റോൾ എന്താണ്? ഹനാൻ ഷാനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യം. പക്ഷേ ഹനാൻ ഷാ സീക്രട്ട് ഏജന്റിൻ്റെ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹനാൻ ഷായുടെ സൈഡ് ഹനാൻ ഷാ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ജസ്റ്റ് ഇതേപോലെ നിന്നിട്ടേ ഉള്ളൂ എന്ന കാര്യം ഹനാൻ ഷാ പോയിട്ടുണ്ട്. പക്ഷേ ഹനാൻ ഷായുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹനാൻ ഷാ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാൻ ഒരു വീഡിയോ ആയിട്ട് വരണം. അത് ഹനാൻ ഷാ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോയിലോട്ട് വരണം. ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും. ഈ വീഡിയോ കണ്ട് ഓരോരുത്തരും ഓരോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോരോ ക്ലിപ്പും കണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹനാൻ ഷായുടെ ചാനലിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഒരു വീഡിയോ ഇട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. എന്തായാലും ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ ഫസ്റ്റ് വീഡിയോ അത് നമുക്കൊന്ന് കാണാം. Video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എൻ്റെ കാസറ്റിന്റെ അടുത്ത്
ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. നൈസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ റാംജറാവ് സ്പീക്കിങ്ങിന്റെ ഒരു ന്യൂജൻ വെർഷൻ. അതായത് മറ്റേ റാംജറാവ് സ്പീക്കിംഗ് തട്ടിക്കൊണ്ട് പോകുന്നു, ഇത് നേരെ വീഡിയോ എടുത്തിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. രണ്ടും ഒന്ന് തന്നെ, സെയിം ബട്ട് ഡിഫറെന്റ്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തിൽ എഴുതി തന്നു, നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല. നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു അപ്പൊ സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ. അത് എന്റെ കാസറ്റ് ഇതേപോലെ കഞ്ചാവൊക്കെ യൂസ് ചെയ്ത് നേരത്തെ ഒരു പെൺകൊച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകൊച്ചിന്റെ ഫോൺ റെക്കോർഡിംഗ് ഇവൻ സംസാരിക്കുന്ന, ഇവനും ആ പെൺകൊച്ചുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ കോൾ റെക്കോർഡിങ്ങിൽ ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, നീ കഞ്ചാവൊക്കെ വലിക്കാറില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയുന്നുണ്ട്, അതിന് ഞാൻ കഞ്ചാവൊന്നും വലിക്കാറില്ല, നീ അത് എവിടുന്ന കിട്ടി? അതൊക്കെ എനിക്കറിയുന്നത് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു. അന്ന് പക്ഷേ കുറേ പേര് ഇവൻ ഭയങ്കര പുണ്യാളനാണെന്ന് വെച്ച് അതങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ വിത്ത് ലൈവ് അത് കിക്കിലാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ വലിക്കുന്ന സാധനം ബോങ് പോലത്തെ എന്ത് സാധനമാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ വലിക്കുന്ന സാധനം ലൈവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് ഇട്ടല്ല, അറിയാണ്ട് ലൈവ് വന്ന അത് ഐഫോൺ ആണെങ്കിൽ നല്ല ഓട്ടോ ഫോക്കസ് എല്ലായിട്ട് പിടിച്ച് എന്തായാലും പബ്ലിക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഇന്നത്തെ ഹനാൻ ഷാ കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആണ്. ഹനാൻ ഷായുടെ മറ്റേ സീക്രട്ട് ഏജന്റ് ആ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് അറിയായിരിക്കും. സീക്രട്ട് ഏജന്റ് എന്നത്ത് കുറേ ഹനാൻ ഷായുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഹനാൻ ഷായുടെ പോയിന്റ് ഹനാൻ ഷാ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹനാൻ ഷാ എന്നിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേപോലത്തെ കാര്യം. ചിലപ്പോൾ പുള്ളിക്കാരൻ കൂടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഇതേപോലത്തെ ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ സംസാരിക്കാൻ ചിലപ്പോൾ എൻ്റെ കാസറ്റും ഈ പുള്ളിക്കാരനെ അറിയാം. അപ്പോൾ ആ ഒരു ബേസ്, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇതേപോലെ മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹനാൻഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. എന്തായാലും DVD-യും VCD-യുടെ ഒക്കെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വല്ലാത്ത ഇതായിപ്പോയി. അത് പല ടൈപ്പ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പുള്ളിക്കാരൻ ഇത്രയും റിസ്ക് എടുത്ത് പുള്ളിക്കാരൻ്റെ 7 or 8 അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോകുന്നുണ്ട്. എന്നിട്ടും പുള്ളിക്കാരൻ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു പുള്ളിക്കാരൻ എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതേപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു പരിപാടിയാണെങ്കിൽ കൊള്ളാം. അതായത് ഒരാളുടെ ഇന്ന് 10-25 ലക്ഷം രൂപ വെച്ച് ഒരു അക്കൗണ്ട് പോയാൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് പോയി വേറെ അക്കൗണ്ട് ഉണ്ടാക്കുക, വീണ്ടും ഇതേപോലെ വീഡിയോ ചെയ്യുക, വീണ്ടും ഒരാളുടെ 10-25 ലക്ഷം രൂപ ചോദിക്കുക. നല്ല ലാഭമുള്ള പരിപാടിയാണല്ലോ, കൊള്ളാം. കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, തിരുവനന്തപുരത്തുള്ള അക്ഷയ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ് ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിവാൻഡ്രം കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം വൈകാതെ കൃഷ്ണപ്രിയ ജയിലിലാണ്. ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനൊരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ് ഇൻ ദ ടോക്ക് ഓഫ് ഫാബ്രിക്കേഷൻ. ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നത് സെക്സ് റാക്കറ്റും വിസ തട്ടിപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. ഞങ്ങളിവിടെ ഒന്ന് പെട്ടുപോയി ബ്രോ, എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. സെക്സ് വർക്കിനൊക്കെ പോകാൻ അവർ പറയുന്നത്. പിന്നെ ലീഗലി മൂവ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് നാളേക്ക് ശരിയാവും, ചെറിയ ഡിലേ ഉണ്ട്. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം അങ്ങനെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാ അല്ലേ ഹക്കീമെ? അതിലും വലിയ വിറ്റ് എന്താണെന്നറിയോ, ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും എൻ്റെ കാസറ്റും തിക് ഫ്രണ്ട്സ് ആയിരുന്നു.
ഇവർ തമ്മിൽ എന്തിനാ പെട്ടെന്ന് പിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് വേറൊരു ചോദ്യചിഹ്നം. അതായത് ഇവർ രണ്ടുപേരും തിക്ക് ഇതായത് സുനിൽ ഓജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനെ ആയിട്ട് എഗെയിൻസ്റ്റ് പുള്ളിക്കാരൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസിങ് വീഡിയോസ് ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് എന്താ കീരിയും പാമ്പും ആയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.